ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം പട്ടത്തുള്ള തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ ബിരിയാണി കഴിക്കാൻ പോയ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ബിരിയാണി തീർന്നു പോയെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് ബിരിയാണി കിട്ടി കേട്ടോ. ആക്ച്വലി നമ്മൾ ഓണ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ബിരിയാണിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി അവളുടെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നുകൊണ്ട് അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. സാധാരണ മിക്കവാറും പ്ലേറ്റിലായിരിക്കും ബിരിയാണി തരുന്നത്. പക്ഷെ ഇവിടെ പ്ലേറ്റിന്റെ പുറത്ത് ഒരു വാഴയിലയും കൂടെ തരും. അതിന് പുറത്ത് വെച്ച് വേണം ബിരിയാണി കഴിക്കാൻ. ബിരിയാണി കൊണ്ടുവരുന്നത് ഇതുപോലത്തെ ചെറിയ കുടത്തിലാണ് കേട്ടോ. കുടത്തിന് പുറത്ത് ഒരു മുട്ടയും ഒരു പപ്പടവും കൂടെ ഉണ്ടാകും. ചെറിയ കുടമാണെങ്കിലും ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. 2 ചിക്കൻ പീസ് ബിരിയാണിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ സലാഡ് മച്ചാറും അവർ വേറെയും തരുന്നുണ്ട്. കുടത്തിനുള്ളിലെ മൊത്തം ബിരിയാണി തട്ടിക്കഴിയുമ്പോൾ ഇത്രയും വരും. ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല. ബിരിയാണിയും അതിനുള്ളിലെ ചിക്കൻ പീസും മാത്രം. ഭക്ഷണത്തെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല കേട്ടോ. അടുത്തിടെ കഴിച്ചതിൽ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണി. ഇനി ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് അവർ ഈ റെസ്റ്റോറന്റിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ പെരുമാറ്റം പ്രശംസനീയമാണ്. അത്യാവശ്യം വൃത്തിയും വെടുപ്പുമുള്ള ഒരു അന്തരീക്ഷമാണ് ഈ റെസ്റ്റോറന്റിലുള്ളത്. എല്ലായ്പ്പോഴത്തും പോലെ പതിവ് തെറ്റിക്കാത്ത ലൈമും മേടിച്ചു. എല്ലാം കൊള്ളാം. പക്ഷെ ബില്ലാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. ഒരു ലൈമിന് 79 രൂപ. GST എല്ലാം കൂടെ ആഡ് ചെയ്ത് മൊത്തം ബില്ല് 764 രൂപയായി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കുഞ്ഞിനേനിക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും വീട്ടിലാരുമില്ലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞിന് മേടിച്ച ഓണസമ്മാനം. എന്തായാലും ഇത് മറ്റൊരു അവസരത്തിൽ കൊടുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.